അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്അല പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മസ്അല പഠനം 16. മസ്ഹുൽ ഖുഫൈൻ, രണ്ട് ഖുഫകളെ തടവുക. ഉളൂഇൽ കാല് കഴുകുന്നതിന് പകരമായി യാത്രക്കാരന്, ഖസറിൻ്റെ യാത്രയുള്ള യാത്രക്കാരന് 3 പകലുകളും അതിൻ്റെ രാത്രികളും കാല് കഴുകുന്നതിന് പകരമായി ഹുഫ തടവൽ അനുവദനീയമാണ്. ഹുഫ എന്ന് പറയുന്നത് ചില നിബന്ധനകൾ ഒത്ത കാലുറക്കാണ് ഹുഫ എന്ന് പറയുന്നത്. നാട്ടിൽ താമസിക്കുന്ന ആൾക്ക് ഒരു രാത്രിയും ഒരു പകലും ഹുഫ തടവിയാൽ മതി. എപ്പോഴാണ് ഇതിന് സമയം ആരംഭിക്കുന്നത്? ആ ഹുഫ ധരിച്ചതിന് ശേഷം അശുദ്ധിയാകുന്ന സമയം മുതൽക്കാണ് ഹുഫ തടവുന്നതിൻ്റെ സമയം പ്രവേശിക്കുന്നത്. വലിയ അശുദ്ധി ഉണ്ടായാൽ ഹുഫ ഊരൽ നിർബന്ധവുമാണ്. എന്തൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ഹുഫ പൂർണ്ണമായ ശുദ്ധിയുടെ മേൽ ധരിക്കണം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വുളൂ ചെയ്തിട്ട് വേണം ഹുഫ ധരിക്കാൻ. രണ്ടാമത്തത്, ഫർളായ മഹല്ല് മുഴുവനും അത് മറച്ചിരിക്കണം. കാലിൻ്റെ ഫർളായ മഹല്ല് എന്ന് പറയുന്നത് 2 ഞെരിയാണികൾ ഉൾപ്പെടെയാണ്. മൂന്നാമത്തത്, നജസിനെ തൊട്ട് ഹുഫ ശുദ്ധിയാവണം. നാലാമത്തത്, കാലിലേക്ക് വെള്ളം എത്തുന്നതിനെ തടയുന്നതാവണം. അഞ്ചാമത്തെ നിബന്ധന, ആവശ്യങ്ങൾക്ക് ഊരാൻ കഴിയുന്നതാവണം. ഇനി എന്താണ് ഹുഫ? എങ്ങനെയാണ് ഹുഫ തടവേണ്ടത്? അതിൻ്റെ രൂപം എങ്ങനെയാണ്? ചുരുങ്ങിയ രൂപം അതിൻ്റെ മേൽഭാഗത്തു കൂടി തടവുക എന്നതാണ്. പൂർണ്ണമായ രൂപമോ അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും വരകളായിട്ട് അവൻ്റെ വലത് കൈ മുകൾ ഭാഗത്തും വിരലുകളുടെ തലഭാഗം തണ്ടൻകാലിലേക്കും എത്തിക്കുക എന്നതാണ്. ഇടത് കൈ അടിഭാഗത്ത് മടമ്പ് മുതൽ വിരൽ ഭാഗം വരെ എത്തിക്കുക. വലത് കൈ വിരലുകളുടെ ഭാഗം മുതൽ അവൻ്റെ മടമ്പിലേക്ക് എത്തിക്കുക. ഇടത് കൈ അവൻ്റെ മടമ്പിൽ നിന്ന് വിരലുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.